പക്ഷേ എന്നാലും ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അറിവിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായതും അതിലുള്ള ജീവജാലങ്ങളുടെ നിർമ്മാതാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കുലികാവസ്ഥ എന്ന് പറയുന്നതിൽ നമുക്കൊരു വിശ്വാസമില്ലേ? അതിനെക്കുറിച്ചിട്ട് എന്തായിരിക്കും? അല്ല, അതിപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ ഈ ഉള്ള എന്തും ഉണ്ടാക്കിയ ഒരാൾ വേണം എന്നുള്ളതാണ് ആ യുക്തി. അതെ, ആ യുക്തി ഈ ദൈവത്തിനും ബാധക. ദൈവം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി ആരാന്നൊരു ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞത്. അത് ഞാനതിലേക്ക് പോകുന്നില്ല, കാരണം ഞാൻ ഒരുപാട് കാലമൊക്കെ അന്വേഷിച്ച് നടന്നു. പിന്നെ നേരം കളി ഞാനത് വിട്ടു. എനിക്കിപ്പോൾ ഉണ്ടായിച്ച് തിരക്കില്ല. ദൈവം ഉണ്ടിച്ചിട്ട് എനിക്കൊരു തിരക്കടില്ല, ദൈവം അല്ലെങ്കിൽ ഒരു തിരക്കടില്ല. ഞാൻ ദൈവത്തിനെതിരല്ല. കാരണം എന്താ, ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാത്ത ഒന്നിനും എതിരാവേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. പിന്നെ ദൈവം പറഞ്ഞാന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യായം കാണിക്കും, ഞാൻ പറയുന്നത് അന്യായമാണ്. ദൈവം പറഞ്ഞാലും അന്യായമാണ്, എനിക്ക് തോന്നിയാലേ ഞാൻ പറയും. അത് രാമായണത്തിൽ അല്ല, ഗീതയിൽ പറഞ്ഞാലും മറ്റേ ബൈബിളിൽ പറഞ്ഞാലും അന്യായം എന്ന് നമുക്ക് അന്യായം എന്ന് തിരിയുന്നത് എങ്ങനെയാണ്? കാലം കൊണ്ടും ദേശം കൊണ്ടും ജീവിതം മാറുന്നു. ഇപ്പോൾ രാമായണത്തിൽ കണ്ട ജീവിതമല്ല ഇപ്പോൾ, അല്ല, തീർച്ചയായിട്ടും അല്ല. ഖുർആനിൽ കണ്ട ജീവിതമല്ല. 1400 കൊല്ലമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ ഗേ മാരേജ്, ആണിനെ കല്യാണം കഴിക്കുന്നു, അല്ലെ ലെസ്ബിയൻ മാരേജ്, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും ഒരു വകുപ്പില്ല ഇവിടെ. അതൊക്കെ ഇപ്പം 9ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാമെന്ന് ഇപ്പോൾ നിയമം കൊണ്ടുവന്നുണ്ട് ഇറാഖിൽ. ആലോചിച്ചു, എന്തൊരു അന്യായമാണ്. അപ്പോൾ പെൺകുട്ടികൾ പഠിക്കുക, അവർ ജോലിക്ക് പോവുക, അവർ ഗവേഷണം നടത്തുക, അവർ നാട് ഭരിക്കുക. ഇതൊന്നും പണ്ടില്ല. കാലത്ര മാറി. ഇപ്പോൾ ഇറാഖിൽ 9ാമത്തെ വയസ്സിൽ കുട്ടിയെ കെട്ടിക്കാവുന്ന നിയമം വന്നാൽ എന്താ അന്യായം ആലോചിച്ചു. അത് ഇസ്ലാമിന് പോലും ന്യായീകരിക്കാൻ പറ്റുമോ അവർക്ക്? കാരണം നബി ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 9ാമത്തെ വയസ്സാണ്, തീർന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ.